വഴി തടഞ്ഞെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിലുള്ളത്. സുരേഷ് ഗോപിക്കെതിരെ മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ പോലീസ് ഇന്ന് മൊഴിയെടുക്കും. തൃശൂർ രാമനിലയത്തിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുകയും കേന്ദ്രമന്ത്രിയെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞെന്നുമാണ് എഫ്ഐആർ. സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റി, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത 329, 126, 132 എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 3 ചാനലുകളുടെ പേര് പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ കണ്ടാലറിയാവുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ പോലീസ് ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. അനിലക്കരയുടെ മൊഴി രേഖപ്പെടുത്തി നിയമോപദേശം തേടിയ ശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ അന്തിമ തീരുമാനം. മുകേഷ് MLAയുടെ രാജിയെ ചൊല്ലി പാർട്ടിയും സുരേഷ് ഗോപിയും 2 തട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 24 തൃശൂർ.